തമിഴ്നാട് നിയമസഭയിൽ 234 അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഏപ്രിൽ 23-നാണ് തെരഞ്ഞെടുപ്പ് എന്ന് നേരത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റുകളിൽ 159 സീറ്റുകൾ നേടിയ ശേഷം DMK നയിക്കുന്ന SPA സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. MK സ്റ്റാലിൻ അങ്ങനെ മുഖ്യമന്ത്രിയായി. 69 സീറ്റുകൾ നേടിയ ADMK പ്രധാന പ്രതിപക്ഷ കക്ഷിയായി മാറി. എടപ്പാടി കെ പളനിസ്വാമി പ്രതിപക്ഷ നേതാവായി. 2022 ജൂണിൽ O പന്നീർസെൽവം, PH മനോജ് പാണ്ഡ്യൻ, അതുപോലെ R വൈദ്യലിംഗം എന്നീ 3 അംഗങ്ങളെ ADMKയിൽ നിന്ന് പുറത്താക്കി. പ്രതിപക്ഷ മുന്നണിയിൽ വിള്ളലുണ്ടായി. 2025 ഏപ്രിൽ 11-ന് ADMK BJPയുമായി ഒന്നിച്ച് വീണ്ടും ആ സഖ്യം രൂപീകരിച്ചു. അങ്ങനെ EPS മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി. കഴിഞ്ഞ ജനുവരി 7-ന് അൻപുമണിയുടെ നേതൃത്വത്തിലുള്ള PMKയും ആ മുന്നണിയിലേക്ക് ചേർന്നു. ജനുവരി 21-ന് TTV ദിനകരൻ്റെ നേതൃത്വത്തിലുള്ള അമ്മ മക്കൾ മുന്നേറ്റ കഴകവും സഖ്യത്തിൻ്റെ ഭാഗമായി. അങ്ങനെ തമിഴക രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്നു. അവിടെ സഖ്യകക്ഷികളായി കഴിഞ്ഞു, അവിടെ യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞു. ഇനി പോരിനുള്ള ദിനമാണ് തെരഞ്ഞെടുപ്പ്. അതിനി അധിക സമയമില്ല, ഇനി അധിക ദിവസങ്ങൾ പോലും ഇല്ല. തമിഴകം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാനുള്ള ഒരാകാംക്ഷയിലാണ് ഈ രാജ്യമെമ്പാടുമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. മറ്റൊരു പ്രധാന തമിഴകത്തിലെ ഒരു പ്രധാന വിഷയം അവിടുത്തെ സിനിമാ താരം വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് എത്തുമ്പോൾ അത് തമിഴക രാഷ്ട്രീയത്തെ ഏത് തരത്തിൽ മാറ്റിമറിക്കും എന്നതൊക്കെ വലിയ കൗതുകത്തോടുകൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു. വൻ ആരാധക പിന്തുണയുള്ള വിജയ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുമ്പോൾ അതൊക്കെ വോട്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. യുവജന വോട്ടർമാരെയും പുതിയ രാഷ്ട്രീയ ചർച്ചകളിലെയും ഒക്കെ അത് സ്വാധീനിക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ദ്രാവിഡ മുന്നണികളും പരമ്പരാഗത പാർട്ടികളും ആധിപത്യം പുലർത്തുന്ന തമിഴ്നാട്ടിൽ വിജയുടെ പ്രവേശനം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ മാറ്റുക എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നു. എന്തു മാറ്റമാണ് അത് വരുത്തുക എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. സിനിമയിൽ ജനപ്രീതി വോട്ടാകുമോ എന്ന ചോദ്യം അവിടെ നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞു. വോട്ടാകുമെങ്കിൽ എത്ര ശതമാനം, ഏതു തലം വരെ, അതൊക്കെ അവിടെ ചർച്ചാ വിഷയമാവുകയാണ്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവായി ആദ്യ തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്ന വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഒന്ന് പെരമ്പൂർ, മറ്റൊന്ന് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. ഈ 2 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഈ 2 മണ്ഡലങ്ങളിൽ തിരുച്ചിറപ്പള്ളിയിലും അതുപോലെ പെരമ്പൂരിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് വിജയ് എത്തുമ്പോൾ അത് അവിടുത്തെ ജനവിധി എന്താകും എന്ന കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾ ഒരേ സമയം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് എപ്പോഴും സ്വാഭാവികമാണ്. പല ഘട്ടങ്ങളിലും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നു എന്ന ചോദ്യവും അവർ നേരിടാനുണ്ട്. അതിന് പ്രധാനമായും ഒരുപക്ഷെ പൂർണ്ണമായി വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാം. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിഴവിനും അവസരം നൽകരുത് എന്ന് കരുതിക്കൊണ്ട് എന്തായാലും ഒരു വ്യക്തിയെ നിയമസഭയിൽ ഒരു നേതാവിനെ എത്തിക്കണം എന്ന് ഉള്ള ഒരു അതിയായ ആഗ്രഹമുള്ളൊരു ഘട്ടത്തിൽ അത് വേണം എന്ന അങ്ങേയറ്റത്തെ നിലപാടുള്ളൊരു ഘട്ടത്തിലാണ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കും. അപ്പോൾ വിജയ് ഇവിടെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. 1991 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ജയലളിത ഇതുപോലെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. ബാർഗൂറിലും അതുപോലെ പിന്നെ കങ്കേയത്തിലും ആണ്, ബർഗൂരിലും കങ്കേയത്തിലുമാണ് അവർ മത്സരിച്ചിരുന്നത്. 2 മണ്ഡലങ്ങളിൽ ജയലളിത മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ 2 മണ്ഡലങ്ങളിൽ ജയലളിത മത്സരിച്ച അപ്പോൾ ജയലളിത എന്തായാലും നിയമസഭയിൽ ഉണ്ടാകണം. ഒരു തരത്തിലുള്ള പിഴവ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സംഭവിച്ചാൽ അടുത്ത മണ്ഡലത്തിൽ നിന്ന് അവർ ജയിക്കണം എന്ന അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഘടകം 2 പ്രദേശങ്ങളിലായി ഈ മണ്ഡലങ്ങൾ മത്സരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രധാന നേതാവ് മത്സരിക്കുന്നത് ആ പ്രദേശത്ത് അതിൻ്റെ പരിസരത്തുമൊക്കെയുള്ള ആ മണ്ഡലങ്ങളിൽ ഒരു വലിയ ആവേശത്തിന് വഴിവെക്കും. അങ്ങനെ കൂടി കണക്കാക്കിക്കൊണ്ട് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ അതൊരു തരംഗം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതുപോലെ പല നേതാക്കളും സമാനമായ രീതിയിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ 2 മണ്ഡലങ്ങൾ വരുമ്പോൾ അവിടെ എങ്ങനെ ഏത് തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം പെരമ്പൂരിലെ കസേരകളി എങ്ങനെയാണ്?
മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ മണ്ഡലം ആയ കൊളത്തൂരിന് അടുത്താണ് പെരമ്പൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നു എന്നതാണ് സുപ്രധാനമായ ഒരു കാര്യം. തൊഴിലാളി വിഭാഗത്തിലെ അവിടെ ആളുകൾ കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്, ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്, വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്, നഗരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിജയ്ക്ക് എന്ത് മാറ്റം വരുത്താനാകും ഈ മണ്ഡലത്തിൽ എന്നതൊരു വലിയ ചോദ്യമാണ്. ചെന്നൈയിലെ 16 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളതും ഇവിടെയാണ് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. 2,22,792 വോട്ടർമാരാണ് പെരമ്പൂരിൽ ഉള്ളത്. ചെന്നൈ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് പെരമ്പൂർ വരുന്നത്. അവിടെ ആണ് ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലം എന്നതാണ് ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. പെരമ്പൂരിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കോച്ച് ഫാക്ടറി ഉണ്ട്, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. വളരെ പ്രശസ്തമാണ്. ആ കോച്ച് ഫാക്ടറി വന്നതോടുകൂടി തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ വലിയ രീതിയിൽ മാറി. അവിടെ പലയിടങ്ങളിലും കൂണുകൾ പോലെ തൊഴിൽശാലകൾ മുളച്ചു പൊന്തി. അപ്പോൾ തൊഴിലാളികൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമായി അത് മാറുകയാണ്. അപ്പോൾ ICF ആ മണ്ഡലത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ തന്നെ ഒരു മാറ്റം വരുത്തി എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ വലിയൊരു സംഭാവന അവിടെ അത് നൽകുകയും ചെയ്തു. അപ്പോൾ ചരിത്രപരമായൊരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് ഓർക്കണം. ഇത് ഒരു പ്രധാന ആംഗ്ലോ ഇന്ത്യൻ വാസസ്ഥലമാണ്. ഇതിന് ഒരു പാശ്ചാത്യ സ്വഭാവമുള്ള ഒരു മേഖല കൂടി ഉണ്ട് ഈ മണ്ഡലത്തിൽ എന്നതാണ് ഒരു സുപ്രധാന ഘടകം. കൊളോണിയൽ ഘടനകൾ ഈ പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്നു. ഏകദേശം 30,000-ഓളം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വോട്ടർമാർ മണ്ഡലത്തിൽ താമസിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൂടാതെ തന്നെ ഈ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ടർമാരും ധാരാളം മണ്ഡലത്തിലുണ്ട്. നായിഡു വിഭാഗത്തിലുള്ള വോട്ടർമാരുണ്ട്. വണ്ണിയാറുകൾ അവിടുത്തെ ഒരു പ്രബല ശക്തിയാണ്. ദളിത് വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും കാര്യമായ സ്വാധീനമുണ്ട് എന്നതാണ് മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ DMK മണ്ഡലത്തിൽ വളരെ മുമ്പ് തന്നെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. 1952 മുതലുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ DMK 9 തവണയാണ് മണ്ഡലത്തിൽ അവിടെ ജയിച്ചിട്ടുള്ളത്. 2019 ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ CPIM 3 തവണയും AIDMK 2 തവണയും അവിടുന്ന് വിജയിച്ചു. നിലവിലുള്ള DMK MLA RD ശേഖർ 2019 ഉപതെരഞ്ഞെടുപ്പിൽ പെരമ്പൂർ സീറ്റ് ആദ്യമായി നേടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ 54,976 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം ജയിക്കുന്നത്. അന്ന് 27.64% വോട്ടുകളാണ് അന്ന് DMKക്ക് നേടാൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ പെരമ്പൂരിലെ ഒരു ജനപ്രിയ നേതാവാണ് ശേഖർ. മണ്ഡലത്തിൽ ശ്രദ്ധേയമായ വികസനങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുന്നു. അവിടെ ഉള്ള ഒരു വലിയ തർക്ക വിഷയം ഈ കൊടുങ്ങല്ലൂരിലെ മാലിന്യ കൂമ്പാരമാണ്. അവിടുത്തെ ഈ ഗുണശേഖരപുരം ഫ്ലൈ ഓവർ, അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 2 ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു. ഒരു ശ്മശാനം സ്ഥലത്തിനുള്ള ആവശ്യം അവിടെ ദീർഘകാലമായി ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ നേട്ടം കൈവരിക്കാൻ ശേഖറിന് കഴിഞ്ഞു എന്നത് ആ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബയോ മൈനിങ് എന്നത് അവിടെ ഒരു പൂർത്തിയാക്കി കഴിഞ്ഞു. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികൾ സ്വീകരിച്ചു. ഇതൊക്കെ തൻ്റെ നേട്ടമായി അവിടെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ പെരമ്പൂരിലൊരു വലിയ വിഷയമായി വരുന്നത് മയക്കുമരുന്നാണ്, സുരക്ഷാ ഭീഷണിയാണ്. ചില പ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ വളരെ ശക്തമായി ഉണ്ട് എന്ന ചില ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ശൈശവ വിവാഹങ്ങളൊക്കെ പറ്റിയുള്ള പരാതികൾ വരുന്നൊരിടമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുപോലെ അവിടുത്തെ സ്ത്രീകൾ പ്രധാനമായി പറയുന്ന ഒരു പ്രധാന വിഷയം അവിടെ ഈ മദ്യ ഉപഭോഗമാണ്. തമിഴ്നാട്ടിൽ ഈ മദ്യം വിൽക്കുന്ന ടാസ്മാക്, അതായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന മദ്യശാലകൾക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനെതിരെ ചിലരൊക്കെ പ്രതിഷേധവുമായി വരുന്നുണ്ട്. അപ്പോൾ അതൊരു സുരക്ഷാ പ്രശ്നമാണ് എന്ന് സ്ത്രീകൾ പറയുന്നു. അങ്ങനെ അവിടെ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഈ ബയോ മൈനിങ് കേന്ദ്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിവാദത്തിലാണ്. അതിനോട് ചേർന്ന് മാലിന്യം കത്തിക്കുന്ന അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു പദ്ധതി, അത് വലിയ തോതിൽ മാലിന്യ ഊർജ്ജ പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആ താമസക്കാരും അവിടുത്തെ എതിർപ്പിനും ഒക്കെ അത് വഴിവെക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ നൽകിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ പലരും സ്റ്റാലിനെ ഇത് സംബന്ധിച്ച് നിവേദനങ്ങൾ, പരാതികളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാലിന്യ സംസ്കരണം കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചു. പ്ലാന്റ് നിർത്തലാക്കണം എന്ന വലിയൊരു ആവശ്യമുണ്ട്. കുടിവെള്ളം മലിനമാണ് എന്ന്
ആളുകൾ പറയുന്നു മലിനജലം ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം വേണം എന്ന ആവശ്യം ഉണ്ട്. ഏകദേശം 20% ആളുകൾ അവിടെ വണിയാർ സമുദായത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഈ മണ്ഡലത്തിൽ അവിടെ NDA, PMK അതുപോലെ ഉള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. തിലകബായിക്ക് ആണ് PMK സീറ്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ NTK വെട്രിത്തമിഴിനെ അവിടെ രംഗത്തിറക്കിയിട്ടുണ്ട്. യുവാക്കൾക്ക് കന്നി വോട്ടർമാർ, സ്ത്രീകൾ അവരിലൊക്കെ ഒരു വലിയ വിഭാഗം തൻ്റെ കൂടെ നിൽക്കും എന്നാണ് വിജയ് ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെയും ആകർഷിക്കാം എന്ന് വിജയ് പ്രതീക്ഷിക്കുന്നു. മയക്കുമരുന്ന് വിരുദ്ധ മേഖലകൾ വിജയ് വാഗ്ദാനം ചെയ്യുന്നു. അവിടെ ഇഫ്താർ പാർട്ടികളിൽ പങ്കെടുക്കുന്നു. 20% മുസ്ലിം സമൂഹം അവിടെ ഉണ്ട്. അവരെ തൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരെ ആകർഷിക്കാനൊക്കെ ഉള്ള പദ്ധതികൾ അവിടെ വിജയ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ DMK ശക്തി കേന്ദ്രത്തിൽ താനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിജയ് മത്സരിക്കുന്നത്. എല്ലാ വെല്ലുവിളികളും അവിടെ ഉയർത്തുകയാണ്. അപ്പോൾ അവിടെ ആദ്യമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് ആ മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു. ഈ വസ്തുതകളൊക്കെ തനിക്ക് അനുകൂലമാകും എന്നാണ് വിജയ് കരുതുന്നത്. ആരാധക വൃന്ദത്തെ മാത്രം ആശ്രയിച്ച ഒരു നേതാവിന് മുന്നേറാൻ കഴിയുമോ എന്ന ചോദ്യം പക്ഷേ DMK ഉന്നയിക്കുന്നു. DMK ശക്തി കേന്ദ്രത്തിൽ വിജയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഏതായാലും നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.